പശ്ചിമേഷ്യ ആകെ വലിയ തോതിൽ തകർക്കും വിധത്തിലേക്ക്, അശാന്തി പടർത്തും വിധത്തിലേക്ക് വലിയ ഭീതിയിലൂടെ ആ മേഖല കടന്നു പോവുകയാണ്. ആ അതിൻ്റെ നാലാം ദിവസമാണല്ലോ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ സമയം. ഇന്നത്തെ ഒരു ദിവസത്തെ ആ മേഖലയിലുണ്ടായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഇന്നുണ്ടായ ആക്രമണത്തിൻ്റെ ഒരു രൂക്ഷത എത്രമാത്രം? ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ടെഹ്റാനിലേക്ക്, ലെബനനിലേക്ക് ഒക്കെ നടത്തിയത്, അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇറാൻ മിസൈലുകളായും ഡ്രോണുകളായും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വർഷിച്ചതിൻ്റെ ഒരു തലമുണ്ട്. അതിൻ്റെ നിരവധിയായ വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതിനെ പൊതുവിൽ താങ്കൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം? അല്ല, ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത് വളരെ അപകടകരമായ തരത്തിലേക്ക് ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ലോക ജനതയ്ക്ക് എന്തുണ്ടാകുന്നു എന്ന് യാതൊരുവിധ കൺസേണുമില്ലാത്ത ഒരു യുദ്ധം ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ അഴിച്ചുവിട്ടതിൻ്റെ വലിയ തലങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ യുദ്ധം ഇപ്പോൾ പടരുകയാണ്. ഇസ്രായേൽ ലെബനനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു, ലെബനനെ ആക്രമിക്കുന്നു. ലെബനനിൽ ഏതാണ്ട് 100ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ കണക്കനുസരിച്ച് ശ്രീ ശരത്ത് പറഞ്ഞതുപോലെ ഏതാണ്ട് 800ഓളം ആളുകൾ ഇറാനിൽ മരിച്ചു കഴിഞ്ഞു. 5000ഓളം ആളുകൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. അത് ഇതിൻ്റെ ഫലമായിട്ട്, ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് മറ്റുള്ള മേഖലകളിലേക്ക് ഈ യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം വരുന്നു. ഖത്തർ അവരുടെ അവരുടെ ഗ്യാസ് ഉൽപ്പാദനം നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് കപ്പലുകൾക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ തടയപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ, ഇപ്പം നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ ആക്രമണത്തെ മുൻകാലങ്ങളിൽ സഹായിച്ചിരുന്ന പോലെ സഹായിക്കാത്ത സാഹചര്യമുണ്ടെങ്കിലും ഈ ശക്തമായ സമ്മർദ്ദം ചെലുത്തി പ്രത്യേകിച്ച് ബ്രിട്ടനെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി അവരുടെ ഡിഗോ ഗാർഷ്യയിലെ കേന്ദ്രം ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കാനായിട്ട് സമ്മതിപ്പിക്കുന്നു. എങ്കിൽ പോലും അവർ മുൻകാലങ്ങളിൽ ഇറാഖ് ആക്രമിച്ച സന്ദർഭങ്ങളിലൊക്കെ ഉള്ളതുപോലെ പിന്തുണ കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ലെന്ന് മാത്രമല്ല, അമേരിക്കയിലെ ജനതയിൽ 27% ഒഴികെ ബാക്കി 83% ട്രംപിൻ്റെ ഈ നിരുത്തരവാദപരമായ ലോകത്ത് അശാന്തി വരുത്തി വയ്ക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ തീകോരിയിടുന്ന ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഈ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നത് അതായത് നമുക്ക് എല്ലാവരും ഉത്കണ്ഠയോട് കൂടിയിട്ട് എന്താണ് അടുത്ത ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാത്ത തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ മുച്ചൂടും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന അന്തർദേശീയ ഗൂണ്ടാ സംഘം എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന ഒരു ഭീകരമായ ലോകത്ത് അശാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്രമണമാണ്, യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.